രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയും നിലവിൽ MLA-യുമായ ആന്റണി രാജുവിനും കോടതി മുൻ ജീവനക്കാരനായ ജോസിനും ശിക്ഷ വിധിക്കുകയായിരുന്നു ഇന്ന് കോടതി. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ 3 വർഷം വീതം തടവ് ശിക്ഷയാണ് നെടുമങ്ങാട്ടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചത്. അപ്പീൽ നൽകാനായി ആന്റണി രാജുവിനും ജോസിനും 1 മാസത്തേക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ അപ്പീൽ നൽകാം. കേസിൽ ജോസ് 1-ാം പ്രതിയും ആന്റണി രാജു 2-ാം പ്രതിയുമാണ്. ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. വിധി പുറത്തു വന്നതോടെ ആന്റണി രാജുവിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത നേരിടേണ്ടി വരും. ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം മുതൽ 6 വർഷത്തേക്കാണ് അയോഗ്യത. കോടതിയിൽ അപ്പീൽ നൽകി ശിക്ഷയ്ക്കും ശിക്ഷാവിധിക്കും സ്റ്റേ ലഭിച്ചാൽ മത്സരിക്കാം. എന്നാൽ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ആന്റണി രാജു പ്രതികരിച്ചത്. ഭരണകാലത്ത് 2002-ൽ 3 DYSPമാർ, 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, 2 സബ് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം അന്വേഷിച്ച് ഞാൻ ഈ കേസിൽ പൂർണ്ണമായി നിരപരാധിയാണെന്ന് 2002-ൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം 2005-ൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് 2006-ൽ പൊടുന്നനവേ ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചത്. പുതിയ ഒരു തെളിവുമില്ല. നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. IPC 120B അനുസരിച്ച് കബളിപ്പിക്കലിന് 6 മാസം ശിക്ഷ ഇരുവർക്കും ലഭിച്ചു. IPC 201 അനുസരിച്ച് 2 പ്രതികളും 3 വർഷം ശിക്ഷയും 10,000 രൂപ പിഴയും അടയ്ക്കണം. IPC 193 അനുസരിച്ച് 3 വർഷവും IPC 465 അനുസരിച്ച് 2 വർഷവും ശിക്ഷ അനുഭവിക്കണം. IPC 409 അനുസരിച്ച് ജോസ് 1 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. IPC 409 വകുപ്പ് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിശ്വാസവഞ്ചനയ്ക്ക് കുറ്റക്കാരനായാൽ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ വകുപ്പുകൾക്ക് പരമാവധി ശിക്ഷ വിധിക്കാൻ കഴിയാത്തതിനാൽ CJയും കോടതി ശിക്ഷ വിധിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കോടതി ആവശ്യം പരിഗണിച്ചില്ല. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.